ദൈവനാമത്തിന് മഹത്വം. സിയോന്റെ ഓൺലൈൻ ബൈബിൾ ക്വിസിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഇപ്രകാരം ഒരു ബൈബിൾ ക്വിസ് നടത്തുവാൻ കൃപ ചെയ്ത സർവശക്തനായ ദൈവത്തിന് സകല മാനവും മഹത്വം അർപ്പിക്കുന്നു. നമ്മുടെ ബൈബിൾ ക്വിസിന്റെ നിബന്ധനകളൊന്ന് പറയാം. ആകെ 15 ചോദ്യങ്ങളാണ് നമ്മുടെ ഒരു ബൈബിൾ ക്വിസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്രകാരം ഒരു മാസം 4 ബൈബിൾ ക്വിസ് ഉണ്ടായിരിക്കുന്നതാണ്. എല്ലാ ചോദ്യങ്ങൾക്കും ഒരുമിച്ച് ഉത്തരങ്ങൾ അയക്കുവാൻ ശ്രമിക്കുക. ഓരോന്നോരോന്ന് അയച്ചു കഴിഞ്ഞാൽ അത് നോക്കുവാനുള്ള ബുദ്ധിമുട്ട് ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് ഒരുമിച്ച് ഉത്തരങ്ങൾ അയക്കുവാൻ പറയുന്നത്. അതുപോലെ തന്നെ ഈ വീഡിയോയ്ക്ക് താഴെ തന്നെ എല്ലാവരും ഉത്തരങ്ങൾ കമൻറ്റ് ചെയ്യുക. ഉത്തരങ്ങൾ കമൻറ്റ് ചെയ്യുന്നതിന് മുൻപായിട്ട് ഉത്തരങ്ങളോടുകൂടെ നിങ്ങളുടെ പേര് കൂടി ഒന്ന് മെൻഷൻ ചെയ്യുക. നിങ്ങളുടെ ഫോൺ നമ്പർ ആവശ്യമില്ല. യൂട്യൂബ് എന്നത് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് നിങ്ങളുടെ നമ്പർ മിസ്യൂസ് ചെയ്യാൻ ഇടവരരുത്. അതുകൊണ്ടാണ് നമ്പർ ആരും മെൻഷൻ ചെയ്യേണ്ട കാര്യമില്ല. അതുപോലെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരങ്ങളോടുകൂടെ അതിൻ്റെ റെഫറൻസ് ആവശ്യമാണ്. റെഫറൻസ് ഇല്ലാത്ത ഉത്തരങ്ങൾ പരിഗണിക്കുകയില്ല. അപ്പോൾ ആ കാര്യവും എല്ലാവരും ശ്രദ്ധിക്കുക. ഇന്ന് ഞായറാഴ്ച, ഇന്ന് ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അടുത്ത ശനിയാഴ്ച രാത്രി 12 മണി വരെയാണ് ഉത്തരങ്ങൾ അയക്കുവാനുള്ള സമയം. ഏകദേശം ഒരാഴ്ച സമയമുണ്ട്. നിങ്ങൾക്ക് ഈ ചോദ്യങ്ങളെ പറ്റി എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. അതിനുള്ള മറുപടി ഈ വീഡിയോയ്ക്ക് താഴെ തന്നെ തരുന്നതായിരിക്കും. ആരും പേഴ്സണലായിട്ട് ഉത്തരങ്ങൾ അയക്കാതിരിക്കുക. പേഴ്സണലായിട്ട് സംശയങ്ങൾ ചോദിക്കാതിരിക്കുവാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് നേരെ ചോദ്യങ്ങളിലേക്ക് പോകാം. നമ്മുടെ ആദ്യത്തെ ചോദ്യം ഇതാണ്: അത്യുന്നത ദൈവത്തിൻ്റെ ദാസന്മാർ ആരെല്ലാമാണ്? ചോദ്യം ഒരിക്കൽ കൂടി: അത്യുന്നത ദൈവത്തിൻ്റെ ദാസന്മാർ ആരെല്ലാമാണ്? രണ്ടാമത്തെ ചോദ്യം ഇതാണ്: നിറഞ്ഞു കവിയുന്നത് എന്താണ്? ചോദ്യം ഒരിക്കൽ കൂടി: നിറഞ്ഞു കവിയുന്നത് എന്താണ്? മൂന്നാമത്തെ ചോദ്യം ഇതാണ്: ഹാമാന് ബുദ്ധി പറഞ്ഞു കൊടുത്തത് ആരൊക്കെയാണ്? ചോദ്യം ഒരിക്കൽ കൂടി: ഹാമാന് ബുദ്ധി പറഞ്ഞു കൊടുത്തത് ആരൊക്കെയാണ്? നാലാമത്തെ ചോദ്യം ഇതാണ്: യഹോവയാൽ ത്യജിക്കപ്പെട്ടവൻ വീഴുന്നത് എവിടെയാണ്? ചോദ്യം ഒരിക്കൽ കൂടി: യഹോവയാൽ ത്യജിക്കപ്പെട്ടവൻ വീഴുന്നത് എവിടെയാണ്? അഞ്ചാമത്തെ ചോദ്യം ഇതാണ്: ആദ്യ വാക്യത്തിൻ്റെ തുടക്കം പോലെ തന്നെ അവസാനിക്കുന്ന സങ്കീർത്തനങ്ങൾ ഏതെല്ലാമാണ്? ഉദാഹരണം: ആമേൻ എന്നാണ് തുടക്കമെങ്കിൽ അതിൻ്റെ അവസാനവും ആമേൻ എന്ന് തന്നെയായിരിക്കും. ചോദ്യം ഒരിക്കൽ കൂടി ആവർത്തിക്കാം: ആദ്യ വാക്യത്തിൻ്റെ തുടക്കം പോലെ തന്നെ അവസാനിക്കുന്ന സങ്കീർത്തനങ്ങൾ ഏതെല്ലാമാണ്? ഉദാഹരണം: ആമേൻ എന്നാണ് ഒരു സങ്കീർത്തനത്തിൻ്റെ തുടക്കമെങ്കിൽ അതിൻ്റെ അവസാനവും ആമേൻ എന്നായിരിക്കും അവസാനിപ്പിക്കുന്നത്. മനസ്സിലായല്ലോ? ആറാമത്തെ ചോദ്യം ഇതാണ്: അപ്പനെ അടക്കുവാൻ യോസഫിൻ്റെ കൂടെ പോയവർ ആരെല്ലാമാണ്? ചോദ്യം ഒരിക്കൽ കൂടി: അപ്പനെ അടക്കുവാൻ യോസഫിൻ്റെ കൂടെ പോയവർ ആരെല്ലാമാണ്? ഏഴാമത്തെ ചോദ്യം ഇതാണ്: ദൈവത്തിൻ്റെ കൽപ്പന കിട്ടുന്നതുവരെ ജയിലിലാക്കിയത് ആരുടെ മകനെയാണ്? ചോദ്യം ഒരിക്കൽ കൂടി: ദൈവത്തിൻ്റെ കൽപ്പന കിട്ടുന്നതുവരെ ജയിലിലാക്കിയത് ആരുടെ മകനെയാണ്? എട്ടാമത്തെ ചോദ്യം ഇതാണ്: ചൂടുള്ള കാറ്റിനാൽ സൂര്യൻ പ്രത്യക്ഷപ്പെടുമ്പോൾ സംഭവിക്കുന്ന നാശനഷ്ടങ്ങൾ എന്തെല്ലാമാണ്? ചോദ്യം ഒരിക്കൽ കൂടി: ചൂടുള്ള കാറ്റിനാൽ സൂര്യൻ പ്രത്യക്ഷപ്പെടുമ്പോൾ സംഭവിക്കുന്ന നാശനഷ്ടങ്ങൾ എന്തെല്ലാമാണ്? ഒൻപതാമത്തെ ചോദ്യം ഇതാണ്: അല്പജനം എന്ന് വെച്ചാൽ എത്ര പേരാണ്? ചോദ്യം ഒരിക്കൽ കൂടി: അല്പജനം എന്ന് വെച്ചാൽ എത്ര പേരാണ്? പത്താമത്തെ ചോദ്യം ഇതാണ്: ദൈവനിർമ്മാണത്തെ ഏതിനാൽ അഴിക്കരുത്? ചോദ്യം ഒരിക്കൽ കൂടി: ദൈവനിർമ്മാണത്തെ ഏതിനാൽ അഴിക്കരുത്? 11ാമത്തെ ചോദ്യം ഇതാണ്: മുകളിൽ നിന്നുള്ള ജ്ഞാനത്തിൻ്റെ പ്രത്യേകതകൾ എന്തെല്ലാമാണ്? ചോദ്യം ഒരിക്കൽ കൂടി: മുകളിൽ നിന്നുള്ള ജ്ഞാനത്തിൻ്റെ പ്രത്യേകതകൾ എന്തെല്ലാമാണ്? 12ാമത്തെ ചോദ്യം ഇതാണ്: ലേഖനങ്ങളിലൊന്നിൽ ഒരു മൃഗത്തെ കീഴടക്കുവാൻ ചെയ്യേണ്ട ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അവ ഏതെല്ലാമാണ്? മൃഗം ഏതാണ്? ചോദ്യം ഒരിക്കൽ കൂടി ആവർത്തിക്കാം: ലേഖനങ്ങളിലൊന്നിൽ ഒരു മൃഗത്തെ കീഴടക്കുവാൻ ചെയ്യേണ്ട ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അവ ഏതെല്ലാമാണ്? മൃഗം ഏതാണ്?
13ാമത്തെ ചോദ്യം ഇതാണ്. ശരീരാംഗത്തെ പ്രതിബിംബത്തോട് പറഞ്ഞത് ആരാണ്? ചോദ്യം ഒരിക്കൽ കൂടി ആവർത്തിക്കാം. ശരീരാംഗത്തെ അല്ലെങ്കിൽ ശരീരഭാഗത്തെ പ്രതിബിംബത്തോട് പറഞ്ഞത് അല്ലെങ്കിൽ ഉപമിച്ചത് ആരാണ്? 14ാമത്തെ ചോദ്യം ഇതാണ്. ഇസ്രായേൽ മക്കൾക്ക് അസഹ്യമായ കൽപ്പന ഏതായിരുന്നു? ചോദ്യം ഒരിക്കൽ കൂടി. ഇസ്രായേൽ മക്കൾക്ക് അസഹ്യമായ കൽപ്പന ഏതായിരുന്നു? നമ്മുടെ അവസാനത്തെ ചോദ്യം ഇതാണ്. 15ാമത്തെ ചോദ്യം. കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നത് എന്താണ്? ചോദ്യം ഒരിക്കൽ കൂടി. കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നത് എന്താണ്? ഇതാണ് നമ്മുടെ 15 ചോദ്യങ്ങൾ. 15 ചോദ്യങ്ങൾക്കും ഒരുമിച്ച് ഉത്തരം അയക്കണമെന്ന് ഒരു പ്രാവശ്യം കൂടി പറയുകയാണ്. ആരും നിങ്ങളുടെ മൊബൈൽ നമ്പർ മെൻഷൻ ചെയ്യേണ്ട കാര്യമില്ല. പേര് മാത്രം ഒന്ന് മെൻഷൻ ചെയ്യുക. എല്ലാവരും ഉത്സാഹത്തോടെ പങ്കെടുക്കുക. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ തന്നെ കമൻറ്റ് ചെയ്യാം. എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ.